നമ്പർ 1 ലോകോത്തരം ആയിട്ടുള്ള ആരോഗ്യ മേഖലയിൽ ഒരു പുതിയ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരിക്കുന്ന അഷറഫ് ഉസ്മാൻ എന്ന് പറയുന്ന ഡോക്ടർ. അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാർഡിയോ തൊറാസിക് സർജനാണ്. അതായത് ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടറാണ്, മിടുക്കനാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് നടത്തിയ ശസ്ത്രക്രിയകളിൽ അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശസ്ത്രക്രിയയെ തന്നെയും 2-3 രോഗികൾ മരണപ്പെടാനിടയായി. അദ്ദേഹം അതിൻ്റെ മനസ്സിനെ ഉലച്ചു. അതെന്താണെന്നറിയോ? മനസ്സിനെ ഉലയ്ക്കാൻ കാരണം, അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉലയ്ക്കാനുള്ള കാരണം അതായത് ഈ ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. അതായത് ഈ സമയത്ത് ഈ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം നടത്തുന്നതും അതുപോലെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം നടത്തുന്നതുമായുള്ളൊരു മെഷീൻ. ഇതൊരു എക്സ്പെർട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. ഈ എക്സ്പെർട്ടിൻ്റെ ഈ പോസ്റ്റിൻ്റെ പേര് പെർഫ്യൂഷനിസ്റ്റ് എന്നാണ്. ഈ പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പെർഫ്യൂഷനിസ്റ്റ് ഒരു ട്രെയിനിയാണ്. അയാൾക്ക് വേണ്ടത്ര മുൻപരിചയം ഇല്ലാത്തത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചത്. അതുകൊണ്ട് ഡോക്ടർ എന്തായെന്ന് അറിയോ? അഷറഫ് ഉസ്മാൻ അദ്ദേഹം ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിട്ട് പറഞ്ഞു, ഈ പെർഫ്യൂഷനിസ്റ്റിനെ മാറ്റിത്തരണം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് വേണം, ഇല്ലാതെ ശസ്ത്രക്രിയകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഇയാളുടെ കുഴപ്പം കൊണ്ട് രോഗികൾ മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ട്, അതെനിക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം പരാതി പറഞ്ഞു. പരാതി പറഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചേക്കുന്നറിയോ? പരാതി പറഞ്ഞല്ലേ, ഇയാൾ ഇവിടെ വേണ്ട, അയാളെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. പെർഫ്യൂഷനിസ്റ്റ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു ഡോക്ടർ ഇതുപോലുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തി. ഇദ്ദേഹത്തിന്, അതായത് അഷറഫ് ഉസ്മാന് യഥാർത്ഥത്തിൽ നമ്മുടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോടൊപ്പം നിന്ന് പഴയ്ക്കാൻ പറ്റിയില്ല. കാരണം ഇദ്ദേഹം പെട്ടെന്നാണ് ഇദ്ദേഹത്തിനെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തത്. ഈ പരാതിക്കാരൻ്റെ സ്ഥാനം നൽകുകയാണ്. അതാണ് ഇവിടെ കാര്യം. പരാതിപ്പെടാൻ പാടില്ല. എന്തിന് പരാതി കൊടുക്കുന്നു? മരിക്കുന്നത് നിങ്ങളല്ലല്ലോ, ജനങ്ങളല്ലേ. മരിച്ചോട്ടെ. ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ മെഡിക്കൽ കോളേജ് വരുന്നത് പാവങ്ങളല്ലേ. അവർ മരിച്ചാൽ നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങളാരാ പരാതി പറയാൻ? പരാതി പറയാൻ പാടില്ല, എടുത്ത് ദൂരെ കളഞ്ഞു. അതാണ് സംഭവിച്ചേക്കുന്നത്. ഇത് നമ്മളൊന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ പരാതി പറഞ്ഞു. അപ്പോൾ അതാരാണെന്നറിയോ? അത് ആ ഡോക്ടർ പറയുന്ന കളക്ടറുടെ ഇടപെടൽ മൂലമാണ് ഈ ട്രാൻസ്ഫർ വന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകെ വ്യക്തമായ അഴിമതി ഉണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അത് അഴിമതിയെക്കുറിച്ച് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. പക്ഷേ ഇങ്ങനെ പരാതി പറഞ്ഞതുകൊണ്ട് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് അത് അഴിമതി തന്നെയാണ്, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, തിരുത്തേണ്ട ഒരു കാര്യമാണ്. ഈ പരാതി പറയുന്ന ഒരാൾ പരാതി പറഞ്ഞാൽ തീർന്നതോടെ ഇടപാട്. പിന്നെ ആരെക്കുറിച്ചാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് എവിടെയായി പരാതി പറയേണ്ടത്? ഈ പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അയാളെ എടുത്ത് ദൂരെ കളയുന്നതാണോ നിങ്ങളുടെ വകുപ്പിൻ്റെ? അത് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാതിരിക്കും കേട്ടോ, എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ അറിയണം, നിങ്ങൾ അറിഞ്ഞത് ഇടപെട്ടിട്ട് ആ ഡോക്ടറെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം. ആ ഡോക്ടർക്കെതിരെ നാട്ടുകാർക്കാർക്കും പരാതിയില്ല. പക്ഷേ ഡോക്ടർക്ക് ഇങ്ങനെ ഒരാളെക്കെതിരെ പരാതിയുണ്ട്. ട്രെയിനിയാണ് അയാളുടെ വ്യക്തിപരമായ രീതിയിലുള്ള പരാതിയല്ല, ഒരു ട്രെയിനിയാണ് കൊടുത്തേക്കുന്ന, എക്സ്പീരിയൻസ് ഉണ്ടല്ല, അയാൾക്കിത് പ്രവർത്തിക്കുന്നത് മൂലം രോഗികൾ മരണപ്പെടുന്ന അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം, അയാൾ പറഞ്ഞ കാര്യം ചെയ്തു കൊടുക്കുന്നതിന് പകരം, അതിന് ശ്രമിക്കുന്നതിന് പകരം, അത് അന്വേഷിക്കുന്നതിന് പകരം അയാളെ ഈ പരാതി പറഞ്ഞ എഴുത്തനെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് ദൂരെ കളയുന്നതാണോ നിങ്ങളുടെയൊക്കെ മഹത്വം? നിങ്ങളെ ഒന്ന് ചിന്തിക്കണം. ഇതാണോ നമ്മുടെ ലോകോത്തരവും നമ്പർ 1? ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് നമ്പർ 1ഉം ലോകോത്തരവും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഒരു ഡോക്ടറും ഇനി പരാതി പറയാൻ തയ്യാറാകരുത്. ഹാരിസ് ചിറക്കൽ നിന്ന് പഴിച്ചുപോയി, പല കാരണങ്ങളുണ്ട്. പക്ഷേ നീയൊന്നും മിണ്ടാൻ പാടില്ല. ഇനി മിണ്ടിയാൽ ഇതാണ് എന്നുള്ള നടപടിയല്ലേ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്? മിണ്ടാൻ പാടില്ലേ? ഇതാരുടെ? ഹിറ്റ്ലറുടെ ഭരണമോ ഇത്? ആലോചിക്കണം.